നമസ്കാരം. ഇന്ത്യൻ ജിയോഗ്രഫി, ഊർജ സ്രോതസ്സുകൾ, ജലവൈദ്യുത പദ്ധതികളും ജലസേചനവും, പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങൾ, ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവ വൈദ്യുതി. പാരമ്പര്യേതര വൈദ്യുതോർജ ഉറവിടങ്ങളാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി, ഗെയ്സറുകൾ, ബയോഗ്യാസ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉൽപാദന വിതരണം നടന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിനടുത്ത് സിഡ്രാപോങ് ജലവൈദ്യുത നിലയത്തിൽ നിന്ന് 1897. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിലെ ശിവസമുദ്രം. 1902 കാവേരി നദിയിലെ ശിവസമുദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം പൈക്കര, തമിഴ്നാടു. കർഷകരുടെ ജലസേചന ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. നിർമ്മാണത്തിന് ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ നർമ്മദ നദി, ഗുജറാത്ത്. സർദാർ സരോവർ ഡാം, നർമ്മദ നദി, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി 2017 സെപ്റ്റംബർ 17. സർദാർ സരോവർ അണക്കെട്ടിന്റെ തറക്കല്ലിട്ടത് ജവഹർലാൽ നെഹ്റു 1981. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. ആദ്യത്തേത് ഗ്രാൻഡ് കൗൾ ഡാം, USA. പ്രധാനമായും ജലവൈദ്യുത പദ്ധതിയെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, കർണാടകം, കേരളം, ജമ്മു കാശ്മീർ, മേഘാലയ, ത്രിപുര, സിക്കിം. NHPC, നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1976. NHPC നിലവിൽ വന്നത് 1976. ദാമോദർ വാലി. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്ന വർഷം 1948 ജൂലൈ 7. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ട് തിലയ്യ അണക്കെട്ട് ദാമോദർ നദിയുടെ പോഷക നദിയായ ബരാക്കർ നദിയിൽ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ബൊക്കാറോ പവർ സ്റ്റേഷൻ, ദാമോദർ വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ബൊക്കാറോ പവർ സ്റ്റേഷൻ. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി കോസി പദ്ധതി, ഗാൻഡക് പദ്ധതി. ആന്ധ്രാപ്രദേശിന്റെയും കർണാടകയുടെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതി തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്, മഹാനദി, ഒഡീഷ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹിരി അണക്കെട്ട്, ഭഗീരഥി നദി, ഉത്തരാഖണ്ഡ്. ചമ്പൽ വിവിധോദ്ദേശ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്. പ്രാചീന ബുദ്ധമത പണ്ഡിതന്റെ നാമധേയത്തിൽ നിർമ്മിച്ച അണക്കെട്ട് നാഗാർജുന സാഗർ, കൃഷ്ണ നദി, ആന്ധ്രാപ്രദേശ്. നിർമ്മാണം മുടങ്ങിപ്പോയ ജലസേചന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനായി ലക്ഷ്യ ഭഗീരഥി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. പോങ് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാറാണ പ്രതാപ് സാഗർ, ബിയാസ് നദി, ഹിമാചൽ പ്രദേശ്. പോങ് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാറാണ പ്രതാപ് സാഗർ. വിവിധോദ്ദേശ നദീതട പദ്ധതികൾ ബഗ്ര നങ്കൽ, സത്ലജ്. ദാമോദർ വാലി, ദാമോദർ. ഹിരാക്കുഡ്, മഹാനദി. റിഹാന്ദ്, റിഹാന്ദ്.
തുംഗഭദ്ര, തുംഗഭദ്ര, നാഗാർജുന സാഗർ, കൃഷ്ണ നദി, തെഹ്രി ഡാം, ഭഗീരഥി, തെഹ്രി ഡാം, ഭഗീരഥി നദി, ധൂൽഹസ്തി, ചിനാബ്, കോസി, കോസി, റാണ പ്രതാപ് സാഗർ, ചമ്പൽ നദി. മഹാറാണ പ്രതാപ്, ബിയാസ് നദി. കൃഷ്ണരാജ സാഗർ ഡാമിന്റെ മറ്റൊരു പേര് വിശ്വേശ്വരയ്യ ഡാം. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ നദി. കുഴൽ കിണറുകൾ ജലസേചന ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതി പോളാവാരം. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ബഗ്രാനങ്കൽ. ബഗ്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. ബഗ്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഗോവിന്ദ് സാഗർ. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ബഗ്രാനങ്കൽ. ബഗ്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. ബഗ്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി. ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് 1958. രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാലായി അറിയപ്പെട്ടു തുടങ്ങിയ വർഷം 1984. രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലസേചനം ലഭ്യമാക്കാൻ വേണ്ടി നിർമ്മിച്ച പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റ്. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി സത്ലജ്. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി സത്ലജ്. താപവൈദ്യുതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതി. താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം, ഭൂഗർഭ ചൂട്, നീരുറവ. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം, ഭൂഗർഭ ചൂട്, നീരുറവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോത്പാദന കമ്പനി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC. NTPC നിലവിൽ വന്ന വർഷം 1975. NTPCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച NTPCയുടെ താപവൈദ്യുത നിലയം താൽച്ചർ, ഒഡീഷ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്. കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ചമ്പൽ നദീതീരത്ത്, രാജസ്ഥാനിലാണ് കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ സ്ഥാപിതമാകുന്ന ഏറ്റവും വലിയ താപോർജ നിലയം പത്രദു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ്, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ആണവ വൈദ്യുതിയിൽ നിന്ന് ലഭിക്കുന്നത്? 3.4%. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു.
ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ യുറേനിയം, തോറിയം. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ യുറേനിയം, തോറിയം. ഫ്രാൻസിന്റെ സഹായത്തോടുകൂടി മഹാരാഷ്ട്രയിലെ മത് നഗരി ജില്ലയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ജയ്താംപൂർ ആണവ നിലയം. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1969 ഒക്ടോബർ 28. രാജസ്ഥാൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഘനജല റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഘനജല റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ. കൈഗ അണുവൈദ്യുത നിലയം സ്ഥാപിതമായ വർഷം 2000. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഇൻഷുറൻസ് പോളിസി ഇന്ത്യ ന്യൂക്ലിയർ ഇൻഷുറൻസ് പൂൾ INIP. ലോകബാങ്കിൽ എനർജി സേവിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകബാങ്കിൽ എനർജി സേവിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകം, ഗുജറാത്ത്, കേരളം, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ പ്രധാന കാറ്റാടി ഫാമുകൾ മുപ്പന്തൽ തമിഴ്നാട്, വാങ്കുസവാദെ സത്താറ മഹാരാഷ്ട്ര, സാമാന രാജ്കോട്ട് ഗുജറാത്ത്, ജയ്സാൽമീർ രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടി പാടങ്ങൾ സ്ഥാപിച്ച വർഷം 1986. കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഏറ്റവും കൂടുതൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം മുപ്പന്തൽ, പെരുൻകുടി. ഭൂമിയിലെ ചൂടുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജം ജിയോ തെർമൽ ഊർജം. ഏത് തരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിനാണ് യൂറോപ്പിലെ ഐസ്ലൻഡ് പ്രസിദ്ധമായത്? ജിയോ തെർമൽ എനർജി. യൂറോപ്പിലെ ഐസ്ലൻഡ് പ്രസിദ്ധമായത് ജിയോ തെർമൽ എനർജി വൈദ്യുതി ഉൽപ്പാദനത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് കമുതി, തമിഴ്നാട്. സ്ഥാപിച്ചത് അദാനി ഗ്രൂപ്പ്. ഉദ്ഘാടനം ചെയ്തത് ജയലളിത. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്, കമുതി. പൂർണ്ണമായും ആഭ്യന്തരമായി നിർമ്മിച്ച സോളാർ സെല്ലുകളാൽ നിർമ്മിതമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അനന്തപൂർ, ആന്ധ്രാപ്രദേശ്. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 20. ബയോഗ്യാസ് ഉപയോഗത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്. ബയോഗ്യാസ് ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഇന്ത്യയിൽ തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് കച്ച്, സുന്ദർബൻ, വിഴിഞ്ഞം. ഇന്ത്യയിൽ തിരമാലയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് കച്ച്, സുന്ദർബൻ, വിഴിഞ്ഞം. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ സോളാർ ഫോട്ടോ വോൾട്ടേജ് ടെക്നോളജി, SPTV. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് സോളാർ ഫോട്ടോ വോൾട്ടേജ് ടെക്നോളജി. ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. സമ്പൂർണ്ണ സൗരോർജ ഉൽപ്പാദനത്തിനായി പാർലമെന്റ് പാസാക്കിയ നിയമം ജവഹർലാൽ നെഹ്റു സോളാർ മിഷൻ. ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. സമ്പൂർണ്ണ സൗരോർജ ഉൽപ്പാദനത്തിനായി പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ജവഹർലാൽ നെഹ്റു സോളാർ മിഷൻ.
ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം.